ഹലോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ, അതുപോലെ പാരാമീറ്റർ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് വരുന്നത്. അതിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിനു മുന്നേ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലായിട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് പഠിച്ചു. അതിൽ പെർട്ടിക്കുലറായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് പഠിച്ചു. അവിടെയും സ്പെസിഫിക് ആയിട്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസിൽ എന്താണ് ഓരോ റാൻഡം വേരിയബിളിനെയും അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന എക്സ് വാല്യൂസും അതുപോലെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ലിസ്റ്റ് ചെയ്യുക. ഇതാണ് സിംപ്ലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഇങ്ങനെ ടേബിൾ ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എഴുതാം. ഇവിടെയും നമുക്ക് ഒരു ജസ്റ്റ് സിംഗിൾ ഇക്വേഷനായിട്ട് പി ഓഫ് എക്സിന് സിംഗിൾ ഇക്വേഷൻ എഴുതാം. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിലാണെങ്കിൽ എക്സ് വാല്യൂസ് ഒരു ഇൻ്റർവെലിൻ്റെ അകത്തായിരിക്കും. അവിടെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിൻ്റെയും ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇക്വേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മൾ സാമ്പിൾ മീന് എക്സ് ബാറിൻ്റെയും അതുപോലെ സാമ്പിൾ പ്രൊപ്പോർഷൻ പി ക്യാപ്പ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സാമ്പിൾ മീനിൻ്റെയും സാമ്പിൾ പ്രൊപ്പോർഷൻ്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജനറലി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് റെഫേർഡ് ടു ആസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന മെഷേഴ്സ്. സാമ്പിൾ മീന്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ സാമ്പിൾ പ്രൊപ്പോർഷൻ, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഈ വാല്യൂസ് ആണ്. എക്സ് ബാർ, എസ്, എസ് സ്ക്വയർ, പി ക്യാപ്പ്, ഈ വാല്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേ ബി എക്സ് ബാർ ആവാം, എസ് ആവാം, എസ് സ്ക്വയർ ആവാം, പി ക്യാപ്പ് ആവാം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏത് പോപ്പുലേഷൻ നിന്നാണോ സാമ്പിൾ എടുക്കുന്നത് ആ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ? അത് നമുക്ക് ക്ലിയർ ആണ്. കാരണം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ ഏത് പോപ്പുലേഷനിലാണ് സാമ്പിൾ എടുക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഒരു സബ്സെറ്റ് എടുക്കുകയാണ്, സാമ്പിളായിട്ട് ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യുകയാണ്. ഈ സബ്സെറ്റ് എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അതാണ് സാമ്പിളിംഗ് മെത്തേഡ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോളേജ് ടീച്ചേഴ്സ് ഇൻ കേരള എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നൊരു സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മൾ കുറച്ച് ടീച്ചേഴ്സിനെ എടുക്കും. ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എടുക്കുന്നത് തന്നെ മേ ബി എങ്ങനെയായിരിക്കും? അവിടുത്തെ ഓരോരോ റീജിയനിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ ചൂസ് ചെയ്യുക. അപ്പം ഏത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുന്നത് അതാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ സാമ്പിളിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി എന്താണ് നമ്മൾ റാൻഡം സാമ്പിൾ എന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ n സൈസുള്ള ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. x1, x2,
എറ്റ്സെട്ര എക്സ് എന്ന് പറയുന്നത് n റാൻഡം വേരിയബിൾസ് ആണ്. ഈ n റാൻഡം വേരിയബിൾസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സാമ്പിൾ സൈസ് എത്രയാണ്? n സാമ്പിൾ സൈസ് വരുന്ന x1 x2 എറ്റ്സെട്ര xn റാൻഡം വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ സാമ്പിളിനെ റാൻഡം സാമ്പിൾ എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഈ ഓരോ എക്സൈസും ഓരോ റാൻഡം വേരിയബിളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് മീൻസ് ഓരോ റാൻഡം വേരിയബിളും ഓരോ എക്സൈസും നമ്മൾ സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ x1 x2 എറ്റ്സെട്ര xn ഒരു റാൻഡം സാമ്പിൾ ഫോം ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓരോ എക്സൈസും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആയിരിക്കണം. അതുപോലെ ഓരോ എക്സൈയും ഫോളോ ചെയ്യുന്നത് സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ സെയിം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം. സെയിം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്ന റാൻഡം വേരിയബിൾസ് ആണ് x1 x2 എറ്റ്സെട്ര xn. അപ്പോൾ ഈ ഒരേ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓരോ എക്സൈയും സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സെയിം പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റാൻഡം വേരിയബിൾ എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് x1 x2 ഇവിടെ, അല്ലെങ്കിൽ xy 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് xy എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്? ഇതിൻ്റെ ജോയിൻറ്റ് പി ഡി എഫ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജോയിൻറ്റ് പി ഡി എഫ് പി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ. ഇനി ഇത് കണ്ടിന്യൂസ് ആണെങ്കിലും ഡിഫറൻസ് ഒന്നുമില്ല. അവിടെ നമ്മൾ എഫ് വെച്ചിട്ടാണ് പി ഡി എഫിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ 2 ഡിസ്ട്രിബ്യൂഷൻസിന് 2 റാൻഡം വേരിയബിൾസിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റുമാണ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡും ആണെങ്കിൽ നമ്മൾ എന്തു പറയും? അതൊരു റാൻഡം സാമ്പിൾ ആണെന്ന് പറയും. ഇനി ഈ റാൻഡം വേരിയബിൾസിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് എന്ന് പറയും. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്. നെക്സ്റ്റ്, എന്താണ് സാമ്പിൾ മീൻ? നമുക്കറിയാം എന്താ സാമ്പിൾ മീൻ എന്ന് അറിയാലോ. നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ ആവറേജ് വാല്യൂ. ഇപ്പം നമ്മളിവിടെ x1 x2 എറ്റ്സെട്ര xn n സൈസ് വരുന്ന ഒരു റാൻഡം സാമ്പിൾ ചൂസ് ചെയ്തു. ഈ റാൻഡം സാമ്പിളിൻ്റെ സാമ്പിൾ മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ എന്നാണ്. ദെൻ എക്സ് ബാർ ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് എക്സ് ബാർ? x1 പ്ലസ് x2 പ്ലസ് എറ്റ്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n അല്ലേ? നമ്മൾ മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവറേജ്. അപ്പം നമ്മുടെ കയ്യിലുള്ള റാൻഡം വേരിയബിൾസ് സാമ്പിളിനകത്ത് വരുന്ന എലമെൻറ്റ്സ് x1 x2 എറ്റ്സെട്ര xn ആണെങ്കിൽ സാമ്പിൾ മീൻ എന്ത് വരും? x1 പ്ലസ് x2 പ്ലസ് xn എറ്റ്സെട്ര പ്ലസ് xn ബൈ n, ഓർ സിംപ്ലി സിഗ്മ i ഈക്വൽ ടു 1 to n xi സമ്മേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ n. ഡിവൈഡഡ് ബൈ n എന്നുള്ളതെന്ന് 1 by n നമ്മൾ ഔട്ട്സൈഡ്, സമ്മേഷന് കോൺസ്റ്റൻ്റ് ആണ്, 1 by n ഔട്ട്സൈഡ് എടുത്ത് എഴുതുന്നു. അപ്പോൾ ഇതാണ് സാമ്പിൾ മീൻ. ഇനി ഒരു സാമ്പിൾ മീൻ നമ്മളൊരു പോപ്പുലേഷനകത്ത് നിന്ന് മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറും വരുന്ന ഒരു പോപ്പുലേഷനകത്ത് നിന്ന് എടുക്കുന്ന സാമ്പിൾ മീന് ആ കറസ്പോണ്ടിങ് സാമ്പിൾ മീനിൻ്റെ, അതായത് എക്സ് ബാറിൻ്റെ മീനും വേരിയൻസും എന്തായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കാം. സപ്പോസ് നമ്മൾ എടുക്കുന്ന x1 x2 എറ്റ്സെട്ര x എന്ന് പറയുന്ന n സാമ്പിൾ സൈസ് വരുന്ന സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ്റെ മീന് മ്യൂവും വേരിയൻസ് സിഗ്മയുമാണെന്ന് വിചാരിക്കാം. മീന് മ്യൂവും വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടുത്തെ ഓരോ എക്സൈസിൻ്റെയും മീന്, അതായത് മ്യൂ ഓഫ് xi എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ്
ഈച്ച് എക്സ് ഐ, അത് തന്നെയല്ലേ നമ്മൾ മീനിൻ്റെ നൊട്ടേഷൻ തന്നെയാണ് ഇ ഓഫ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to n. അതായത് നമ്മൾ ഒരു പോപ്പുലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പോപ്പുലേഷൻ്റെ മീനും മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറുമാണ്. ഈ ഒരു പോപ്പുലേഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന റാൻഡം സാമ്പിളാണ് x1 x2 എക്സെട്ര xn. അപ്പോൾ നമ്മൾ പറഞ്ഞു റാൻഡം സാമ്പിൾ ആണെങ്കിൽ ഈ ഓരോ എക്സൈസും സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, സെയിം പോപ്പുലേഷൻ എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ എക്സൈസിൻ്റെയും മീൻ എന്ത് തന്നെയായിരിക്കും? മ്യൂ ആയിരിക്കും. വേരിയൻസ് എന്ത് തന്നെയായിരിക്കും? സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ഓഫ് എക്സ് ബാർ എന്താണ്, അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇ ഓഫ് എക്സ് ബാർ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു, ഇ ഓഫ് എക്സ് ബാർ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് അറിയാം. ഇ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു, അതായത് ലീനിയാരിറ്റി ഫോളോ ചെയ്യും, എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി. ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ എൻ എഴുതിയിട്ടുണ്ട്. ഈ ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് 1/n എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എക്സ്പെക്റ്റേഷന് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 1/n ഇ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ദെൻ നമുക്ക് ഓൾറെഡി ലീനിയാരിറ്റിയിൽ നിന്ന് ഓൾറെഡി എഴുതാവുന്ന കാര്യമാണ്. ഇ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ പ്ലസ് ഇ ഓഫ് സെഡ്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ എഗെയിൻ എക്സ്പെക്റ്റേഷനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/n ഇൻറ്റു ഇവിടെ ഇ ഓഫ് എക്സ് 1 പ്ലസ് ഇ ഓഫ് എക്സ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ഇ ഓഫ് എക്സ് എൻ. നമ്മളിനി ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇ ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു മ്യൂ ഫോർ ഓൾ ഐ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇ ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു മ്യൂ ഫോർ ഓൾ ഐ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇ ഓഫ് എക്സ് വണ്ണിന് മ്യൂ കൊടുക്കാം, ഇ ഓഫ് എക്സ് ടുവിന് മ്യൂ കൊടുക്കാം, ഇ ഓഫ് എക്സ് എന്നിനും മ്യൂ കൊടുക്കാം. എല്ലാ ഇ ഓഫ് എക്സ് ഐസും എന്താണ്? മ്യൂ ആണ്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇ ഓഫ് എക്സ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ഇ ഓഫ് എക്സ് എൻ. അപ്പോൾ ഈ ഇവിടുത്തെ ഇ ഓഫ് എക്സ് ഐസ് ഒക്കെ നമ്മൾ മ്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മ്യൂ പ്ലസ് ഇ ഓഫ് എക്സ് 1 മ്യൂ ആണ്, ഇ ഓഫ് എക്സ് 2 മ്യൂ ആണ്, അങ്ങനെ ഇ ഓഫ് എക്സ് എൻ വരെ മ്യൂ ആണ്. ദാറ്റ് ഈസ് n ടൈംസ് മ്യൂ. ഇവിടെ എത്ര ടൈംസ് നമ്മൾ n ആഡ് ചെയ്യുന്നുണ്ട്? മ്യൂ ആഡ് ചെയ്യുന്നുണ്ട് n ടൈംസ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 1/n ഇൻറ്റു മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ പ്ലസ് എക്സെട്ര മ്യൂ n ടൈംസ് വി ഗെറ്റ് n മ്യൂ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ. നമ്മൾ ഇ ഓഫ് എക്സ് ബാർ ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് ഇ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കുമ്പോൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഇ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ വേരിയൻസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ഓഫ് എക്സ് ബാർ. അപ്പോൾ ഇതേപോലെ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക. നമുക്ക് ഇ ഓഫ് എക്സ് ബാർ എന്താണെന്നറിയാം, നോക്കാം. അതിന് മുന്നേ വേരിയൻസിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് എന്താണ്? വി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ. Variance of ax plus by is equal to a square variance of x plus b square variance of y. Already we know that each v of xy is equal to sigma square. Then we want to find variance of x bar. Variance of x bar എന്താണ്? 1/n x1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? അതായത് വേരിയൻസ് ഓഫ് എ എക്സ് എന്നുള്ളത്
എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വരിക. വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഇത് എയും ഇത് ഹോളായിട്ട് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എന്നുള്ളത് ഒരു ഹോൾ ടേമുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1/n വേരിയൻസിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് 1/, ദിസ് ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ അല്ലേ? 1/n ഹോൾ സ്ക്വയർ. 1/n ഹോൾ സ്ക്വയർ മീൻസ് 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് xn. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ. ഇവിടെ കോൺസ്റ്റൻസ് ഒക്കെ 1 ആണ്. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1 തന്നെ വരും. അപ്പോൾ അവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. വേരിയൻസ് ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn. ദിസ് ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ ഇൻറ്റു എല്ലാ വി ഓഫ് എക്സ് ഐസും എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ വി ഓഫ് x1 പകരം സിഗ്മ സ്ക്വയറും എടുക്കാം, വി ഓഫ് x2 പകരം സിഗ്മ സ്ക്വയറും എടുക്കാം. അങ്ങനെ വി ഓഫ് xnനും നമുക്ക് സിഗ്മ സ്ക്വയർ കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ ഇൻറ്റു എത്ര ടൈംസ് നമ്മളിവിടെ സിഗ്മ സ്ക്വയർ ആഡ് ചെയ്യുന്നുണ്ട്? n ടൈംസ്. അപ്പോൾ n സിഗ്മ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇവിടെ ഓരോ n ക്യാൻസൽ ചെയ്തു 1/n സിഗ്മ സ്ക്വയർ. ദിസ് ഈസ് ഒബ്ടൈൻഡ് ആസ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എന്ത് വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കിട്ടുന്നത്? റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ബൈ n ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈസ് സിഗ്മ സ്ക്വയർ ബൈ n. അവിടെ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത്. ദാറ്റ് ഈസ് if x1, x2, etc. xn are a random sample of size n drawn from a population with a mean mu and variance sigma square, then expectation of x bar is equal to mu, variance of x bar is equal to sigma square by n, where n is the sample size. n denote ചെയ്യുന്നത് സാമ്പിൾ സൈസ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ലാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. അവിടെ നമ്മൾ ഈ സാമ്പിൾ മീനും അതുപോലെ സാമ്പിൾ ടോട്ടലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ലിമിറ്റ് തിയറം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ x1, x2, etc. xn ഒരു റാൻഡം സാമ്പിളാണ്. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് mean mu and variance sigma square. Then we can define sample mean. Then this sample mean follows normal distribution with mean mu and variance sigma square n for all sufficiently large n. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. നമ്മൾ ഒരു മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറും വരുന്ന ഒരു പോപ്പുലേഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ പോപ്പുലേഷൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിൾ എടുക്കുകയാണ് ഓഫ് സൈസ് n, x1, x2, etc. xn. ദെൻ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ, വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ n, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n. Then central limit theorem states that this sample mean x bar follows normal distribution with mean mu and variance sigma square n for sufficiently large n. ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എന്നിനാണ് നമ്മൾ ഈ സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പിൾ മീനിൻ്റെ
സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ പാരാമീറ്റേഴ്സ് വരുന്നത് മ്യൂവും സിഗ്മ സ്ക്വയർ ബൈ എന്നുമാണ് അവിടുത്തെ പാരാമീറ്റേഴ്സ്. ആക്ച്വലി എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സിഗ്മയാണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എഫ് ഓഫ് എക്സ് മ്യൂ സിഗ്മ ഈസ് ഈക്വൽ ടു 1/√2 പൈ സിഗ്മ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ നമ്മൾ എക്സ് ബാറിൻ്റെയാണ്, ഇത് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സിഗ്മ ആണെങ്കിൽ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് ഡിഫറൻസ് വരും? ഇവിടെ എക്സ് ബാർ വന്നു, മീനിൻ്റെ പ്ലേസിൽ മ്യൂ തന്നെയാണ്, വേരിയൻസിൻ്റെ അവിടെ സിഗ്മയുടെ പ്ലേസിൽ ഇവിടെ ഇത് വേരിയൻസ് സിഗ്മ സ്ക്വയർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് വരും? sigma/√10. അപ്പോൾ ഇവിടുത്തെ സിഗ്മയുടെ പ്ലേസിൽ sigma/√10 വരും. കറസ്പോണ്ടിങ് ഇവിടെയും sigma/√10 വരും. ഇവിടെ എക്സ് ബാർ വരും, ഇവിടെ സിഗ്മ സ്ക്വയർ ബൈ എൻ വരും. സിഗ്മയുടെ സ്ക്വയർ അതായത് ഇവിടുത്തെ വേരിയൻസ് ഏതാണ്? സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പോൾ കറസ്പോണ്ടിങ് എക്സ് ബാറിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ഫോമിലാണ് വരുന്നത്. അതായത് നമ്മൾ മീനും സിഗ്മ സ്ക്വയർ വേരിയൻസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള റാൻഡം സാമ്പിളിൻ്റെ മീൻ ഫോളോ ചെയ്യുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A sample of size 10, that is n is given as 10, is taken from a population which follows normal distribution with the mean 1 and standard deviation 2. അതായത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ മീനും വേരിയൻസും, that is mu is given as 1 and the standard deviation sigma is given as 2. Write down the sampling distribution of its mean. എക്സ് ബാറിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ sigma/√10. അപ്പോൾ ഇവിടെ മീനിൻ്റെ പ്ലേസിൽ ദാറ്റ് ഈസ് ദിസ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 1 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 2/sigma2 √n അവിടെ 10 √10. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും വരുന്നത്. അതായത് എക്സ് ബാറിൻ്റെ മീന് ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഈസ് ഈക്വൽ ടു 1. അതുപോലെ എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ എൻ ഈസ് ഈക്വൽ ടു sigma2 ആണ്, 4/10 വരും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു sigma/√10 ഈസ് ഈക്വൽ ടു 2/√10. കറസ്പോണ്ടിങ് എക്സ് ബാറിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും? എഫ് ഓഫ് എക്സ് ബാർ, അല്ലെങ്കിൽ അവിടെ നമ്മൾ എക്സ് കൊടുത്താലും കുഴപ്പമില്ല, എക്സ് ബാർ എഫ് ഓഫ് എക്സ് ബാർ കോമ മീൻ എന്താണ് ഇവിടുത്തെ 1, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് 2/√10. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് വരും? 1/√2 പൈ സിഗ്മ, ഇവിടുത്തെ സിഗ്മ എന്താണ് 2/√10 ഇ റേസ് ടു മൈനസ് എക്സ് ബാർ മൈനസ് ഇവിടുത്തെ മ്യൂ എന്താണ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ സിഗ്മ സ്ക്വയർ എന്ത് വരും? 4/10. ഇത് ഇനി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഈ √10 ന്യൂമറേറ്ററിനകത്ത് വരും. √10 ഡിവൈഡഡ് ബൈ 2√2 പൈ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ
2 10 ക്യാൻസൽഡ് 5 ന്യൂമറേറ്ററിനകത്ത് വരും. ദാറ്റ് ഈസ് ഇവിടെ 5 -5 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇതാണ് സാമ്പിൾ മീനിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് കൊടുക്കുക, അതായിരിക്കും മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ആണ് എഴുതിയിട്ടുള്ളത്, എക്സ് ബാർ എന്ന് കൊടുക്കുക, അതായിരിക്കും ഒന്നുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ നമ്മുടെ റാൻഡം വേരിയബിൾ ഏതാണ്? എക്സ് ബാർ ആണ് റാൻഡം വേരിയബിൾ. അപ്പോൾ എക്സ് എന്ന് മാത്രം കൊടുക്കണ്ട, ഇവിടെ നമ്മൾ എക്സ് ബാർ എന്ന് തന്നെ കൊടുത്തിട്ട് പോവുക. ഇക്വേഷനകത്ത് എല്ലായിടത്തും എക്സ് ബാർ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let the random variable x be normally distributed with mean 100 and variance 100. Find the sample size n so that p of x bar greater than or equal to 101.645 is equal to 0.05. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം എടുത്തെഴുതാം. That is, we are given with a random variable x which is normally distributed with the mean 100 and variance 100. ഒരു റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. അതായത് മ്യൂ ഈസ് ഗിവൺ ആസ് 100 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈസ് ഗിവൺ ആസ് 100. ഫൈൻഡ് ദ സാമ്പിൾ സൈസ് n. ഈ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ n സൈസുള്ള ഒരു സാമ്പിൾ ചൂസ് ചെയ്യാണ്. അപ്പോൾ ആ സാമ്പിൾ സൈസ് എന്താണെന്ന് തന്നിട്ടില്ല, സാമ്പിൾ സൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അഡീഷണലി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 101.645 ഈസ് ഈക്വൽ ടു 0.05. അപ്പോൾ ഈ ഒരു കണ്ടീഷനും അതുപോലെ ഈ തന്നിട്ടുള്ള ഡാറ്റ മ്യൂവും സിഗ്മ സ്ക്വയറും വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സാമ്പിളിൻ്റെ സൈസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതായത് നമുക്ക് എക്സ് ഒരു പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. ഈ പോപ്പുലേഷനകത്ത് നിന്ന് നമ്മളൊരു സാമ്പിൾ ചൂസ് ചെയ്യുകയാണ്, സാമ്പിൾ ഓഫ് സൈസ് n. ഈ സാമ്പിൾ മീൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പിൾ മീൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് n വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, if x follows normal distribution with the mean mu and standard deviation sigma, then it's standardized normal variable. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഏരിയാസ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ എന്താണ്? z is equal to x bar minus mean മൈനസ് ചെയ്തു ഡിവൈഡഡ് ബൈ സിഗ്മ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മീൻ മൈനസ് ചെയ്തു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ റാൻഡം വേരിയബിൾ എന്താണ്? എക്സ് ബാർ ആണ്. എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ ബൈ √10. അങ്ങനെയാണെങ്കിൽ എക്സ് ബാറിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ എന്ത് വരും? z ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ഇവിടുത്തെ മീൻ മ്യൂ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ √10. അപ്പോൾ എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് നോർമൽ വേരിയബിൾ വരുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √10 ആണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇനി പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 101.645 ഈസ് ഈക്വൽ ടു 0.05. ഫസ്റ്റ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള പ്രോബബിലിറ്റി ടേമിനെ ലെസ് ദാൻ ആക്കി എഴുതാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 101.645 എന്നുള്ളതിനെ 1 മൈനസ് പി ഓഫ് എക്സ് ബാർ ലെസ് ദാൻ 101.645 എന്നെഴുതാമല്ലോ.
ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. ദെൻ നമ്മൾ വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ്, ഇവിടെ ത്രൂ ഔട്ട് മ്യൂ മൈനസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ മ്യൂവും സിഗ്മയും തന്നിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു 100, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 100, ദെൻ സിഗ്മ ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് 10. ഇവിടെ നമ്മൾ അതായത് വേരിയബിളിൻ്റെ ഒപ്പം നമ്മൾ വാല്യൂസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 101.645 മൈനസ് നമ്മൾ മ്യൂ മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ തന്നിട്ടുള്ള മ്യൂ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് 10. സിഗ്മ എന്താണ്? 10 ആണ്. n നമുക്കറിയില്ല, അപ്പോൾ റൂട്ട് 10 തന്നെ കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 0.05. ദെൻ 1 മൈനസ് പി ഓഫ്, നമുക്ക് ഇത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ റൂട്ട് 10 എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ സെറ്റ്. ദിസ് ഈസ് ലെസ് ദാൻ, ഇവിടെ മൈനസ് ചെയ്യുക. 101 മൈനസ് 645 മൈനസ് 100 നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1.645 റൂട്ട് 10, ഇവിടുത്തെ റൂട്ട് 10 മുകളിലോട്ട് വരും, ഡിവൈഡഡ് ബൈ 10. ദിസ് ഈസ് ഈക്വൽ ടു 0.05. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദിസ് 1 മൈനസ് പി ഓഫ് സെറ്റ് ലെസ് ദാൻ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യും ലെഫ്റ്റിലോട്ട്. 0.1645 റൂട്ട് 10 ഈസ് ഈക്വൽ ടു 0.05. അപ്പം നമ്മൾ തന്നിട്ടുള്ള കണ്ടീഷനെ സോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ 1 മൈനസ്, ഈ ടേമിനെ നമുക്ക് എന്തെഴുതാം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് CDF, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. P of z less than or equal to z is written as phi of z. Phi denotes cumulative distribution function. അപ്പോൾ നമുക്ക് ഇവിടെ z എന്നുള്ള ടേമിന് പകരം ഇവിടെ ഈ ഒരു ഹോൾ ടേം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോൾ ടേമിനെ P of z less than this എന്നുള്ള ടേം, ഈ ഒരു വാല്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? phi of, ഇവിടുത്തെ z-ൻ്റെ പ്ലേസിൽ എന്താണ്? ഈ ടോട്ടൽ വാല്യൂ, ദാറ്റ് ഈസ് 0.1645 റൂട്ട് 10. ദിസ് ഈസ് ഈക്വൽ ടു 0.05. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഫൈനെ മാത്രം ഒരു സൈഡിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 0.05 ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 0.1645 റൂട്ട് 10. ദാറ്റ് ഈസ് ഫൈ ഓഫ് 0.1645 റൂട്ട് 10 ഈസ് ഈക്വൽ ടു 0.95 എന്ന് കിട്ടും. ഇനി നമ്മൾ ടേബിളിനകത്ത് പോവുക. ടേബിളിനകത്ത് സെറ്റ് കർവിൻ്റെ ടേബിളിനകത്ത് 0.95 കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കൊടുക്കേണ്ട z വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ ടേബിളിനകത്ത് 0.95 നോക്കുക. ടേബിളിൽ 0.95 വരുന്ന നമ്മുടെ സെറ്റ് കർവിൻ്റെ ടേബിൾ നമ്മൾ ചൂസ് ചെയ്തു. സെറ്റ് കർവിൽ എപ്പോഴും ടേബിളിൽ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ സെറ്റ് കർവ്. ഈ സെറ്റ് കർവിനകത്ത് ഇതാണ് നമ്മുടെ സെറ്റ് എങ്കിൽ ഈ സെറ്റിന് ലെഫ്റ്റിലോട്ട് വരുന്ന ഏരിയയാണ് ആക്ച്വലി എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മൾ ഫൈ ഓഫ് സെറ്റ് എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫൈ ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സെറ്റ് എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റിലോട്ട് വരുന്ന ഏരിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫൈ ഓഫ് സെറ്റ് വാല്യൂസ് ആണ് നമ്മൾ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ടേബിളൊക്കെ നോക്കാൻ നിങ്ങൾക്കറിയാലോ, ടേബിൾ നോക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഫൈ ഓഫ് സെറ്റ് വാല്യൂസ് ആണ് ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് 1.65 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഫൈ ഓഫ് 2.34 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ടേബിളിനകത്ത് 2.3 ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡിജിറ്റ് വരെ ഉള്ളത് നമ്മൾ ഈ കോളത്തിലാണ് റെഫർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിജിറ്റ് റോയിൽ
റെഫർ ചെയ്യുക. ഇപ്പോൾ 2.38 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 2.3 നമ്മൾ ഈ കോളത്തിൽ നോക്കി, ദാറ്റ് ഈസ് ഇവിടെ 2.3 വരുന്നുണ്ട് അല്ലേ, 2.3. ദെൻ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം, 2.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ, അതുപോലെ 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും നോക്കാം. കറസ്പോണ്ടിങ് വാല്യൂ എന്താ വരുന്നത്? 0.9913. അതായത് 5 ഓഫ് 2.38 ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ 0.9913. ഇനി തിരിച്ച് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം. ഇവിടെ നമുക്ക് 0.9913 തന്നിട്ട് ഇവിടുത്തെ കെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൽ നോക്കുക. ടേബിളിൽ 0.9913 എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും മാർക്ക് ചെയ്യുക. അപ്പോൾ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയി 2.3 വരും, കോളത്തിന് കറസ്പോണ്ടിങ് ആയി 0.08 ആണ്. അപ്പോൾ ഇവിടെ 2.38 എന്ന് വരും. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് 5 ഓഫ് 0.1645 √10 ഈസ് ഈക്വൽ ടു 0.95 തന്നിട്ടുണ്ട്. അതായത് ഈ 0.95 കിട്ടണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ കെ വാല്യൂ എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ 0.95ന് ആക്ച്വലി കറക്റ്റ് 0.95 നമ്മുടെ ടേബിളിൽ വരണമെന്നില്ല. 0.95ന് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. ടേബിളിനകത്ത് 0.95 വരുന്നത് 0.95ന് അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് ഇതാണ്. ഏതാണ്? 0.505. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും നോക്കുക. വരുന്നത് റോ 1.6 വരും, കോളത്തിൽ 0.5, അതായത് 1.65. അതായത് ഇവിടുത്തെ ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂവിന് പകരം ആക്ച്വലി വരുന്നത് 1.65 ആണ്. അതായത് 0.1645 √10ന് ഈക്വൽ ആയിട്ട് വരേണ്ട വാല്യൂ 1.65 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമ്മളിപ്പോൾ ഇവിടെയുള്ള വാല്യൂ ആണ് 1.65 എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് 1.65 ഈസ് ഈക്വൽ ടു, അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് 0.1645 √10 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1.65. ദെൻ വി സോൾവ് ഫോർ n. √10 ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം പോയിന്റ് വാല്യൂ ആണ് കിട്ടുക. ദാറ്റ് ഈസ് 10.03. ഈ ഒരു വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടിയത് 1.645 √10 ഈസ് ഈക്വൽ ടു 1.65 ആണ്. ദെൻ √10 ഈസ് ഈക്വൽ ടു 1.65 ഡിവൈഡഡ് ബൈ 0.1645. ദിസ് ഈസ് ഈക്വൽ ടു 10.03. അപ്പോൾ √10 കിട്ടി. ദെൻ n ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ് പോയിന്റ് നമുക്ക് വേണ്ട, അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുക. √10 ഈസ് ഈക്വൽ ടു നമുക്ക് ആക്ച്വലി 100 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും, 0.9 സംതിങ് എന്ന് വരും. നമുക്ക് നിയറസ്റ്റ് ഇൻറ്റീജർ 100 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 100. ഈ n വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സാമ്പിൾ സൈസ് 100 എടുക്കുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean height of women in the US ages 20 to 29 is 64.1 inches. The standard deviation of height is 2.71 inches. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ, അതായത് US 20 to 29 ബിറ്റ്വീൻ ഏജ് വരുന്ന വിമൻ ഹൈറ്റ് ആണ് നോക്കിയിട്ടുള്ളത്. വിമൻ ഹൈറ്റ് ആണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ്. എക്സിൻ്റെ മീൻ, അതായത് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ മീൻ നമുക്ക് തന്നിട്ടുണ്ട് 64.1 ഇഞ്ചസ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 2.71 ഇഞ്ചസ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ്, അതുപോലെ ഈ എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നും തന്നിട്ടുണ്ട്. എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ this 64.1 and standard deviation 2.71.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്, ഞാൻ പറഞ്ഞു ഇവിടെ എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈറ്റ് ആണ് ഇവിടെ എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് എ ചൂസൺ വുമൺ. Then we have to find the probability of a randomly selecting woman with a height less than 66 inches. നമ്മൾ റാൻഡമായിട്ട് ഒരാളെ ചൂസ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു വുമൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ വുമൻ്റെ ഹൈറ്റ് ലെസ് ദാൻ 66. നമ്മൾ പറഞ്ഞു നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് എ ചൂസൺ വുമൺ ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ചൂസ് ചെയ്ത വുമൻ്റെ ഹൈറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 ഈസ് ലെസ് ദാൻ 66. പി ഓഫ് എക്സ് ലെസ് ദാൻ 66. നമുക്കിത് ചെയ്യാനറിയാം. എന്താണ്? ആദ്യം വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. എക്സ് ആണ്, അപ്പോൾ എക്സിൻ്റെ മീനും മ്യൂവും വേരിയൻസ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും തന്നെയാണ്. എവിടെയാണ് എക്സ് ബാർ എടുക്കുമ്പോൾ നമ്മൾ മ്യൂ മൈനസ് ചെയ്യണം, സിഗ്മ ബൈ റൂട്ട് n ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 മൈനസ് നമ്മുടെ മീൻ എന്താണ് 64.1 ഡിവൈഡഡ് ബൈ സിഗ്മ എന്താണ് 2.71. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇതെന്താണ് z ലെസ് ദാൻ ഈ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. 66 മൈനസ് 64.1 ഡിവൈഡഡ് ബൈ 2.71. ദാറ്റ് ഈസ് നമുക്ക് 0.7 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 0.7. ഇനി ടേബിളിൽ നോക്കുക. ടേബിളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ കോളത്തിൽ 0.7 നോക്കുക, റോല് 0.00 നോക്കുക. ക്ലിയർ ആണല്ലോ? പറയണോ ആദ്യം? 0.7 ആണ് നമുക്ക് വേണ്ടത്. 0.7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ ടേബിളിൽ നോക്കുക. 0.7 വരുന്നു, അതുപോലെ 00 അല്ലേ? വാല്യൂ ഏതാണ്? 0.780. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഓഫ് 0.7 ആയിരുന്നു കിട്ടേണ്ടത്. 5 ഓഫ് 0.7 നമ്മൾ Z കർവിലെ ഏരിയാസ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. എത്ര വരുന്നത്? 0.7850. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരാളെ റാൻഡംലി ചൂസ് ചെയ്തപ്പോൾ കേസാണ്. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. അതിലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നോക്കുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് സാമ്പിൾ ഓഫ് 10 വുമൻ. അപ്പോൾ ഇനി ഒരു സാമ്പിൾ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. വിത്ത് സൈസ് 10 ഹാവ് മീൻ ഹൈറ്റ് ലെസ് ദാൻ 66 ഇഞ്ചസ്. നമ്മൾ 10 വുമൻ വരുന്ന ഒരു സാമ്പിളാണ് എടുക്കുന്നത്. 10 പേഴ്സൺസിൻ്റെ ഒരു സാമ്പിൾ എടുത്തു. ആ സാമ്പിളിൻ്റെ മീന് ലെസ് ദാൻ 66. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പിളിൻ്റെ മീന്. സാമ്പിൾ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? എക്സ് ബാർ ലെസ് ദാൻ 66 വരുന്ന പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരാളെ റാൻഡംലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഹൈറ്റ് ലെസ് ദാൻ 66. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് ലെസ് ദാൻ 66 കണ്ടുപിടിച്ചു. ഇനി ഒരു സാമ്പിളിൻ്റെ മീന് ലെസ് ദാൻ 66 എന്ന് പറയുമ്പോൾ എക്സ് ബാർ ലെസ് ദാൻ 66 എന്ന് വരും. അപ്പോൾ ഇനി നമുക്കറിയുന്ന കാര്യം എന്താണ്? ഇവിടെയും നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പക്ഷേ എക്സ് ബാറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ എന്താണ്? മ്യൂ മൈനസ് ചെയ്യുക, സിഗ്മ ബൈ റൂട്ട് n വെച്ച് ഡിവൈഡ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇവിടെ മ്യൂവും സിഗ്മയും ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ പോപ്പുലേഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 മൈനസ് മ്യൂ എന്താണ്? 64.1. സിഗ്മ എന്താണ്? 2.71 ഡിവൈഡഡ് ബൈ 2.71 ഡിവൈഡഡ് ബൈ റൂട്ട് ടെൻ അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു P of this value is written as Z, standardized variable, less than or equal to. ഇനി ഇവിടെ ഉള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 66 മൈനസ് 64.1 ഡിവൈഡഡ് ബൈ 2.71 ഡിവൈഡഡ് ബൈ റൂട്ട് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു സം 2.22 എന്ന് കിട്ടും.
എഗെയിൻ നമ്മൾ നമ്മുടെ ടേബിളിനകത്ത് പോവുക. ദിസ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 2.2. നമ്മൾ കോളത്തിൽ 2.2 റെഫർ ചെയ്യുക. കോളത്തിൽ 2.2 റെഫർ ചെയ്യുക. റോയിൽ 2. ദാറ്റ് ഈസ് പറഞ്ഞു തരാം. 2.22 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 വാല്യൂ ആണ് വേണ്ടത്. 2.2 എടുക്കാം. നമ്മുടെ റോയ്ക്കകത്ത് 2.2 എടുക്കാം. കോളത്തിനകത്ത് നമുക്ക് വേണ്ടത് 2.22 ആണ്. കോളത്തിനകത്ത് റോയ്ക്കകത്ത് ഇവിടെ 0.02 എടുക്കുക. കറസ്പോണ്ടിങ് ഈ ഒരു വാല്യൂ ഏതാ വരുന്നത്? 0.868 അല്ലേ? 0.868. അപ്പോൾ നമുക്ക് 5 ഓഫ് 2.22 ആണ് വേണ്ടത്. ടേബിൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 2.68 എന്ന് കിട്ടും. .9868. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ഓൾറെഡി ഇതൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ അറിയണം. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ √10, വേർ സിഗ്മ ആൻഡ് മ്യൂ ആർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഓഫ് ദ കറസ്പോണ്ടിങ് പോപ്പുലേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ വരുന്നത്. നെക്സ്റ്റ് ഇതേപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊപ്പോർഷൻ, സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ ഡിസ്ട്രിബ്യൂഷനും അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് വരുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.